തെരഞ്ഞെടുപ്പ് കാലം എങ്ങും തെരഞ്ഞെടുപ്പ് ചൂട്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പം തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. വയനാട്ടിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുന്നിലുണ്ടാകും എന്നാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകരോട് പ്രതികരിച്ചത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അവിടെയുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 3 സെറ്റ് പത്രികയാണ് നൽകിയിരിക്കുന്നത്. ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, പത്രികാ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വയനാട് മണ്ഡലം, അവിടെ പ്രവർത്തകർ രാഹുലിൻ്റെ വരവോടുകൂടി വലിയ ആവേശത്തിലാകുന്നു. നേരത്തെ തന്നെ ആ റോഡ് ഷോയിൽ കണ്ട കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് ആത്മവിശ്വാസവും വീറും കൂട്ടുന്നുണ്ട്. പത്രികാ സമർപ്പണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ ദീപക് ധർമ്മടം? തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് പത്രികാ സമർപ്പണത്തിന്റെ നടപടിയാണ്. 3 സെറ്റ് പത്രിക നൽകുമ്പോൾ 3 പ്രാവശ്യം പത്രിക നൽകണം. അതിൽ ആദ്യ സെറ്റ് പത്രിക നൽകിക്കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വലിയ ആവേശത്തോടു കൂടിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ വരവേറ്റത്. അത് എലിപ്പാഡിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞുള്ള റോഡ് ഷോ, വയനാട് കൽപ്പറ്റ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രവർത്തകർ ആകെ എത്തിക്കൊണ്ട് ആവേശം വിതറിയുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പക്വതയോടെ മറ്റ് കടന്നാക്രമണ രാഷ്ട്രീയ പ്രസംഗമില്ലാതെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അത് KC വേണുഗോപാൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം അത് കഴിഞ്ഞ് റോഡ് ഷോവിന്റെ ക്ഷീണം മാറ്റി നേരെ കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. കളക്ടറേറ്റിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധി, ഒപ്പം KC വേണുഗോപാൽ, ഇവർ രണ്ടുപേരുമാണ് അരികിൽ ഉള്ളത്. മറ്റ് നേതാക്കളെല്ലാം തന്നെ പുറത്ത് കളക്ടറേറ്റിലെ തൊട്ട് പുറത്തുള്ള മുറിയിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. ഏതായാലും വലിയ ആവേശം ഇളക്കി വിട്ടുകൊണ്ടുള്ള, നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമ്പോൾ നമ്മൾ കണ്ടതായിരുന്നു. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയ ആവേശത്തോടെ വയനാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചു. ഏതാണ്ട് അതേ ആവേശവും കൗതുകവും തന്നെയാണ് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കളക്ടറേറ്റിലെ ജീവനക്കാർ കൂട്ടമായി ആ കളക്ടറേറ്റ് അങ്കണത്തിൽ ഇറങ്ങി നിന്ന് കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. റോഡിലാണെങ്കിൽ വലിയ രീതിയിൽ പ്രവർത്തകർ, അതിൽ സ്ത്രീകളുണ്ട്. നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവേശം ഇളക്കിവിടാൻ സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മണ്ഡലം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ആ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ UDF പരമാവധി ആവേശം ഇളക്കിവിടാൻ ശ്രമിച്ചു. അതിൽ അവർ ആദ്യ ലാപ്പിൽ വിജയിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സെറ്റ് പത്രിക കൈമാറിയിട്ടുണ്ട്. 3 സെറ്റ് പത്രികയാണ് സമർപ്പിക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയം, വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ ആവേശം UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം അതുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്തവണ അത് ഏതു തരത്തിലാവും എന്നുള്ളതൊക്കെ ശ്രദ്ധേയമായ ചോദ്യങ്ങളാകുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആവേശമായി അത് മാറുന്നു. കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ, അതിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ കളക്ടറേറ്റിൽ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് BJP. K സുരേന്ദ്രൻ നാളെയാണ് പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. നാളെയാണ് പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന തീയതി. ആ ദിവസമാണ് K സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയും ആനി രാജയും പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക്. ഈ റോഡ് ഷോ, അതിനുശേഷമുള്ള രാഹുലിൻ്റെ പ്രതികരണം, അതൊക്കെ എങ്ങനെയായിരുന്നു സുർജിത്ത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി കളക്ടറേറ്റിൽ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ സംഘടന ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്
ഇവിടെയുള്ളത്. അവരാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. എന്തായാലും പത്രികാ സമർപ്പണം പൂർത്തിയായി. അതിന്റെ പ്രാഥമിക പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. സൂക്ഷ്മ പരിശോധന പിന്നീടാണ്. എന്തായാലും പ്രാഥമിക പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തോടുകൂടിയുള്ള വൻ റോഡ് ഷോ ആണ് ഇവിടെ നടന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കൽപ്പറ്റയിൽ നേരത്തെ എങ്ങനെയൊക്കെയാണോ രാഹുൽ ഗാന്ധി എത്താറുള്ളത് അതിന് സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ 10:30 അദ്ദേഹം കൽപ്പറ്റ നഗരത്തിലേക്ക് എത്തിയത്. ആ മഹാറാലി ഇവിടേക്ക് എത്തുമ്പോൾ കളക്ടറേറ്റിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത് എടുത്തത് 1.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 7 നിയോജക മണ്ഡലങ്ങൾ. അതിൽ 3 മണ്ഡലങ്ങൾ വയനാട്ടിലാണ്. വയനാട്ടിലെ പ്രവർത്തകർ മാത്രമല്ല, വയനാട് കൽപ്പറ്റയിലെയും മാനന്തവാടിയിലെയും ബത്തേരിയിലെയും പ്രവർത്തകർ മാത്രമല്ല, ചുരമിറങ്ങിയാൽ മറ്റ് മണ്ഡലങ്ങളാണ്. വയനാട് മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മറ്റ് നിയോജക മണ്ഡലങ്ങൾ ചുരമിറങ്ങണം. തിരുവമ്പാടി മണ്ഡലം, അതോടൊപ്പം തന്നെ നാടുകാടി ചുരമിറങ്ങുമ്പോൾ നിലമ്പൂർ, അതിനുശേഷം വണ്ടൂർ, അതിനുശേഷം ഏറനാട്, അത്തരത്തിൽ ഉള്ള മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഇനി അദ്ദേഹം അവിടെ നിന്നുള്ള പ്രവർത്തനം എല്ലാം തന്നെ അവരുടെ പങ്കാളിത്തം എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകൾ അത് അടങ്ങുയാതെ ആളുകൾ പഠിച്ചു കൂടുന്ന ഒരു സ്ഥിതിയാണ്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നു. ഇപ്പോൾ കളക്ട്രേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 3 സെറ്റ് പത്രികയാണ്. അതിൻ്റെ പ്രാഥമിക പരിശോധനയടക്കം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ പരിശോധന പിന്നീടാണ്. എന്തായാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത് സംസ്ഥാനത്തുടനീളം വലിയ പ്രചോദനമായി വലിയ ഊർജ്ജമായി മാറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ന് കണക്കുകൂട്ടുന്നുണ്ട് UDF നേതൃത്വം. മറുവശത്താണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ദേശീയ മുഖമായ ആനി രാജയെയാണ് LDF കളത്തിലിറക്കുന്നത്. ആനി രാജ ഇന്ന് അല്പസമയം മുമ്പ് പത്രിക സമർപ്പിച്ചിരുന്നു. കെ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയെ നേരിടാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കുന്നു BJP. നാളെയാണ് കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോഴും അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യവും ശ്രദ്ധയോടുകൂടി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സമയമാണ്. അവിടെ സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. ആര് മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. വയനാടിന് പുറമെ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പത്രിക നൽകുന്നു. പ്രിയങ്ക ഗാന്ധി പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുന്നു. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ ദീപക്? ഈ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ഘട്ടത്തിൽ ബാങ്ക് ഡീറ്റെയിൽസ് നൽകുന്നതിന് അതിന്റെ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ആദ്യം തന്നെ ഈ കെട്ടിവെക്കേണ്ട കാശ് നൽകലാണ് നടപടിക്രമം. അത് കഴിഞ്ഞ് ഈ പത്രികയിൽ ആരാണ് നിർദ്ദേശിച്ചത്, പിന്താങ്ങിയത്, അവരുടെ ക്രമ നമ്പർ വെച്ചുകൊണ്ട് പരിശോധന. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാനാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി നൽകുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവിൽ ആദ്യ ലാപ്പിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുലിനെ മടുത്തു എന്ന പ്രചരണം വ്യാപകമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പ്രചരണത്തെ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വലിയ റോഡ് ഷോ ആയിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും റോഡ് ഷോ ശ്രദ്ധേയമായിരുന്നു. ചുരം കയറി വന്നവർ ഏറെ ഉണ്ടായിരുന്നു വയനാട്ടിലേക്ക്. കാരണം വയനാട് മണ്ഡലം കിടക്കുന്നത് കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ വ്യാപിച്ചാണ്. ചുരത്തിന് താഴെയുമുണ്ട് വയനാട് മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ. അവിടെ നിന്നെല്ലാം എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, അബ്ബാസ് അലി തങ്ങൾ, ഇത്രയും പേർ കലക്ടർ ജില്ലാ ഭരണാധികാരിക്ക് മുൻപിൽ ഉള്ള ദൃശ്യങ്ങളാണ്. ഇതിനുശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അദ്ദേഹം നേരത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ കേരളത്തിലെ CPM ഇടതുമുന്നണിയെയോ ഒന്നും പറയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. വയനാടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, പൊതുവിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പത്രികാ സമർപ്പണം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടം, ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രധാന നേതാവ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യം. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി സജീവമാകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത്, അതിനിടയിൽ തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏറെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി ആനി രാജ കൂടി പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ രാഹുലിൻ്റെ പ്രചാരണത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? അതിലൊരു തീരുമാനമായിട്ടുണ്ടോ മണ്ഡലത്തിലെ? ദീപക് ധർമ്മടം.
ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവ് ഇവിടെ മത്സരിക്കുന്നു, അതിൽ കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചരണം. ആ പ്രചരണത്തിന് ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയെയോ CPM-നെയോ ഏതെങ്കിലും രീതിയിൽ കടന്നാക്രമിക്കാനോ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇടതുപക്ഷം കൃത്യമായും ആ രാഷ്ട്രീയ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് അല്പം മുൻപ് പത്രിക സമർപ്പിക്കുമ്പോൾ ആനി രാജയും പറഞ്ഞത്. പക്ഷേ എന്നാൽ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് പ്രതികരിക്കാം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴും ആ കാര്യം അദ്ദേഹം വിട്ടുപിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും ഇപ്പോൾ കളത്തിൽ രാഹുൽ ഗാന്ധി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ആദ്യ ലാപ്പിൽ തന്നെ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ റോഡ് ഷോയോടെ അത് കഴിഞ്ഞുള്ള കലക്ട്രേറ്റിലേക്കുള്ള മാസ് എൻട്രിയോടുകൂടി പത്രികാ സമർപ്പണത്തോടുകൂടി ആദ്യ ലാപ്പിൽ UDF-ന് വലിയ മുന്നേറ്റം, ഒരു രാഹുൽ തരംഗം വയനാട്ടിൽ നിലനിൽക്കുന്നു എന്ന് കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. റിജിത്ത്, ദീപക്, ഒരു കാര്യം കൂടി, BJP-യുടെ കാര്യം കൂടി നമുക്കൊന്ന് വിലയിരുത്തിയാൽ, സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കളത്തിലിറക്കാൻ പോകുന്നത്. ദേശീയതലത്തിൽ രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒക്കെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. നാളെ K. സുരേന്ദ്രൻ പത്രിക നൽകാൻ പോകുന്നു. സ്മൃതി ഇറാനിയൊക്കെ കളത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ നാളെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് BJP-യുടെ നീക്കം. നേരത്തെ BDJS-ൽ നിന്ന് സീറ്റ് നേരിട്ട് ഏറ്റെടുത്ത് മത്സരിക്കുക എന്നുള്ളതും വലിയൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട്. BJP-യുടെ കണക്കുകൂട്ടലുകളും എങ്ങനെയാണ് ദീപക്? BJP രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ കുറക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇവിടെ പയറ്റുക. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ BDJS-ന്റെ സീറ്റിനെ BJP ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞ് അമിത്ഷാ, JP നദ്ദ തുടങ്ങിയ നേതാക്കൾ K. സുരേന്ദ്രനെ ഡൽഹിയിൽ വിളിപ്പിച്ച് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച നമ്മുടെ തന്നെ 24-ന്റെ തന്നെ അഭിമുഖത്തിലായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത് ഇക്കുറി മത്സരിക്കില്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന്. പക്ഷേ എന്നാൽ ഒടുവിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ K. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കൃത്യമായ BJP-യുടെ അജണ്ടയാണ്. രാഹുൽ ഗാന്ധിക്ക് എതിരെ വോട്ട് പിടിക്കുക, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചിത്രം മാറുമ്പോൾ ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുലിന്റെ പരിപാടികൾ എങ്ങനെയാണ്? സുർജിത്ത്, പത്രികാ സമർപ്പണത്തിന് ശേഷം അധിക സമയം അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം SKMJ സ്കൂൾ പരിസരത്ത് നിന്നാണ് യാത്ര തിരിക്കുക എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എത്ര ദിവസം ഇവിടെ ഉണ്ടാകും, അതായത് 2 തവണ കൂടി ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഒരുപക്ഷെ വയനാട്ടിലാകാനുള്ള സാധ്യതയില്ല, താഴെയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിലാകും ഉണ്ടാവുക. അതായത് ചുരത്തിന് താഴെയുള്ള ഏതെങ്കിലും മണ്ഡലത്തിലാകും അദ്ദേഹം പ്രചാരണത്തിന് എത്തുക എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അടിമുടി ഇളക്കി മറിക്കുന്ന വിധത്തിൽ ഒരു പ്രചാരണം, അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ മേൽക്കൈ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്കുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മാസം 1-ാം തീയതി ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ഇവിടേക്ക് എത്തി വളരെ സജീവമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. 2-ാം ഘട്ടത്തിലാണ് ആനി രാജയുടെ പ്രചാരണം നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് മണ്ഡലങ്ങളിലും, അതായത് വയനാട് ജില്ലയിൽ മാത്രമല്ല, മറ്റ് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ തിരുവമ്പാടിയിലും മലപ്പുറത്തെ ഏറനാട്ടും വണ്ടൂരും നിലമ്പൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ പോലും ആനിരാജയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ കവച്ചു വെക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു എൻട്രി ഇവിടേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം അത്രയും വലിയ ബഹുജന പങ്കാളിത്തോടു കൂടിയുള്ള റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. കാരണം ഈ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമുള്ള പ്രവർത്തകരല്ല, മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഇവിടെ കേന്ദ്രീകരിക്കുകയും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇവിടെ നടന്നത്. എന്തായാലും റോഡ് ഷോയോട് കൂടി ഇവിടുത്തെ ഒരു മാസ് ക്യാമ്പയിന്, UDF-ന്റെ മാസ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ്, ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു എൻട്രി ഇവിടേക്ക് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ നേരത്തെയും രാഹുൽ ഗാന്ധി ഇവിടെ എത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബഹുജന പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. എന്തായാലും ശക്തമായ മത്സരം, അത് ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും സ്വാധീനം ഇവിടെ UDF-നാണ് എന്നുള്ളത് പറയുമ്പോഴും, പക്ഷേ അതിന് എത്രത്തോളം അതിനകത്ത് തിരിച്ചടി നൽകാൻ CPI-ക്കും അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രനും കഴിയുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. 2 സ്ഥാനാർത്ഥികൾ, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ മത്സരത്തെ അങ്ങനെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കാനുള്ള സാധ്യതയില്ല, ഇന്ത്യ മുന്നണി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ കവച്ചുവെക്കുന്ന വിധത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ശക്തമായ ഇടപെടൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ മത്സരരംഗത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ദുർബലനായ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കരുത്, ശക്തനായ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിപ്പിക്കണം. ശരി, സുർജിത്ത് അയ്യപ്പത്തും ദീപക് ധർമ്മടവും വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ്, വലിയ ആവേശത്തോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വരവേൽക്കുന്നത്. നോക്കാം മറ്റു ചില ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് പൊടിവാരം പ്രചാരണമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം പല സ്ഥാനാർത്ഥികളും നടത്തിയത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നാളെ കൂടിയേ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പത്രികാ സമർപ്പണം നടത്തുന്നത് നമ്മൾ കണ്ടു. പോരാട്ടം വലിയ ചൂടിലാണുള്ളത്. പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടോ? പ്രചാരണത്തിൽ കൂടുതൽ വിഷയങ്ങൾ വന്നു ചേരുന്നുണ്ടോ ഷഫി? രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി ഒരൊറ്റ ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. പരമാവധി ഇന്ന് ഒരുപാട് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അല്പസമയത്തിനുള്ളിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ കൊടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കും. ഇന്ന് രാവിലെ ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി V ജോയി കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. കണ്ണൂരിൽ പൊടിവാറം പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്ന കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജനും NDA സ്ഥാനാർത്ഥി രഘുനാഥും പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീമും NDA സ്ഥാനാർത്ഥി MD രമേശ് എന്നിവർ പത്രിക സമർപ്പിച്ചു. അവിടെയും രാഷ്ട്രീയമായി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പത്രിക നൽകി. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയെ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ K അജീഷിന് മുൻപാകെയാണ് KK ശൈലജ ടീച്ചർ പത്രികാ സമർപ്പണം നടത്തിയത്. മലപ്പുറം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഈ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ഹംസ അടക്കമുള്ള ആളുകളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെ മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് അവശേഷിക്കുന്ന ഒരു ദിവസം. അതേസമയം വാഹന പര്യടനം അടക്കമുള്ള കാര്യങ്ങളുമായി LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പല മണ്ഡലങ്ങളിലും സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരവധി ചൂടുപിടിച്ച ചർച്ചാ വിഷയങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറുകയാണ്. അതിൽ പ്രാദേശികമായ വിഷയങ്ങൾ മുതൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചർച്ചയാകുന്ന പല വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാക്കിയത് അല്ലെങ്കിൽ മണ്ഡലത്തിൽ സജീവ വിഷയമാക്കിയാണ് ഇപ്പോൾ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. റിജിത്ത. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കാസർഗോഡ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനിടെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. ആദ്യ ടോക്കണ് വേണ്ടിയുള്ള തർക്കമാണ് കളക്ടറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. 1-ാം നമ്പർ ടോക്കൺ ലഭിക്കാത്തതിന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 10 മണിക്ക് ടോക്കൺ നൽകാൻ തുടങ്ങുമെന്നായിരുന്നു കളക്ടർ അറിയിച്ചിരുന്നത്. 9 മണി മുതൽ കളക്ടറുടെ ചേംബറിന് മുന്നിലെത്തിയ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ഒരേ നിൽപ്പ്. 7 മണിക്ക് സ്ഥലത്തെത്തിയ LDF പ്രതിനിധി അസീസ് കടപ്പുറം 1-ാം നമ്പർ ടോക്കൺ വാങ്ങി മടങ്ങിയതറിഞ്ഞതോടെ പ്രതിഷേധം. നിയമം വിട്ട് പെരുമാറിയാൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഒരു നോമിനേഷൻ കൊടുക്കണ്ട. അയാള് രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ വേണ്ടല്ലോ. ഞാൻ 9 മണി തൊട്ട് 1 മണിക്കൂർ ഇവിടെ നിന്നു. എന്റെ പിറകിലും ആരുമില്ല, മുമ്പിലും ആരുമില്ല. ഒരു DYSP വിളിച്ചു പറഞ്ഞു 2-ാമത്തെ കൂപ്പൺ തരാം, 1-ാമത്തെ കൊടുത്തുപോയി. അപ്പൊ 10 മണിക്ക് കളക്ടർ ഓഫീസ് തുറക്കുമ്പോ കളക്ടർ വിളിക്കണം, 1-ാമത് നിൽക്കുന്ന ആളെ, എന്നിട്ട് വേണ്ട കൂപ്പൺ കൊടുക്കാൻ. രഹസ്യമായി കൊടുത്തെന്നാ പറയുന്നത്. ഒന്ന് ആദ്യം എത്തിയത് തങ്ങളാണെന്നും പത്രികാ സമർപ്പണത്തിൽ രാഷ്ട്രീയമില്ലെന്നും അസീസ് കടപ്പുറം. ഞങ്ങളിവിടെ രാവിലെ 7 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ക്യാമറകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഏകദേശം 8 മണിയാകുമ്പോൾ 8-9 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ടോക്കൺ തോന്നും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയമായതോടെ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ P ഷാജുവിന് മുന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യം 4 സെറ്റ് പത്രിക സമർപ്പിച്ചു. പിന്നാലെ ജില്ലാ കളക്ടർ
കെ ഇമ്പശേഖരന് മുന്നിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനുമെത്തി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുൻപേയുള്ള രാഷ്ട്രീയ ടീസറിന് ഒടുവിൽ ക്ലൈമാക്സ്. 24 കാസർഗോഡ്. വയനാട്ടിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് BJP അന്തർധാരയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാമെന്നാണ് SDPI UDF ധാരണയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SDPIയുമായിട്ട് KC വേണുഗോപാലനും അതുപോലെ തന്നെ VD സതീശനും സുധാകരനും ഉൾപ്പെടെ 3 വട്ടം ചർച്ച ചെയ്ത് ഇപ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ചാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാമെന്ന കരാറടിസ്ഥാനപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ SDPI എന്ന 6 പിന്തിരിപ്പൻ വർഗീയ വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. ആ കൊടിയും പിടിച്ചോ. ഇനി കൊടി പിടിക്കാൻ തുടങ്ങുമ്പോൾ അതും പിടിച്ചോ. ഇപ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും ലീഗിന്റെയും SDPയുടെയും എല്ലാം കൊടിയും പിടിച്ച് കേരളത്തിൽ നടക്കുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത ഒരു വിഭാഗമാണ് ഇവര്. ഇപ്പോൾ പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. സിദ്ധാർത്ഥൻ്റെ പിതാവിനെ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി കാണും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, സിദ്ധാർത്ഥൻ്റെ പിതാവ് നീതി തേടിയുള്ള വലിയ പോരാട്ടത്തിലാണ്. അതിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ല, സർക്കാർ വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ള വിമർശനമൊക്കെ സിദ്ധാർത്ഥൻ്റെ പിതാവ് ഉയർത്തുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള ED നീക്കം. അതിൽ ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ല എന്ന് MM വർഗീസ് EDക്ക് മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ പ്രേക്ഷകരുമായി സംബന്ധിച്ച് അവരുടെ യൂട്യൂബിൽ അവർ രേഖപ്പെടുത്തുന്ന, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകരുമായി പറഞ്ഞുകൊണ്ട് സംവദിച്ചുകൊണ്ട് അതിന് മറുപടി നൽകിക്കൊണ്ടൊക്കെയാണല്ലോ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ വാർത്തായാത്ര മുന്നോട്ട് പോകാറുള്ളത് എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്, റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ തുടക്കത്തിൽ പോയത്. ഇനി നമുക്ക് കമൻറ്റുകളും അഭിപ്രായങ്ങളും, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തായാത്ര തുടരുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. മരണത്തിൽ ദുരൂഹത തുടരുന്നു. അരുണാചൽ പ്രദേശിൽ ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ദേവിയെയും ആര്യയെയും നവീൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് നിഗമനം. മൂവരുടെയും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണ് സൂചന. സ്കൂളിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് മാർച്ച് 26-ന് ആര്യ വട്ടിയൂർക്കാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മാർച്ച് 17-നാണ് ദേവിയും ഭർത്താവ് നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. മാർച്ച് 27-ന് മൂവരും തിരുവനന്തപുരത്ത് നിന്ന് ഗുവാഹത്തിയിലേക്ക് വിമാനം കയറി. മാർച്ച് 17 മുതൽ 27 വരെ ദേവിയും നവീനും എവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. മാർച്ച് 28-നാണ് മൂവരും അരുണാചലിലെ ഹോട്ടൽ ബ്ലൂ പൈനിൽ മുറിയെടുക്കുന്നത്. 2 ദിവസത്തിന് ശേഷം ബുക്കിംഗ് നീട്ടി. ഇതിനുശേഷം ഇവർ പുറത്തു പോയിട്ടില്ല. അരുണാചൽ പ്രദേശിൽ ഇവർ സഞ്ചരിച്ച സ്ഥലത്ത് സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഹോട്ടൽ മുറിയിൽ നിന്നും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികയും 2 ബ്ലേഡും കണ്ടെത്തിയിട്ടുണ്ട്. ആര്യയുടെ കഴുത്തിലും ദേവിയുടെ കയ്യിലുമാണ് മുറിവ്. നവീന്റെ മൃതദേഹം ശുചിമുറിയിലാണ് കണ്ടെത്തിയത്. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇറ്റാനഗർ പോലീസിന്റെ നിഗമനം. ആയുർവേദ ഡോക്ടേഴ്സായ നവീനും ദേവിയും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണ് ജോലി ഉപേക്ഷിച്ചത്. പിന്നീട് ദേവി ജർമ്മൻ ഭാഷാ അധ്യാപികയായി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ പ്രവേശിച്ചു. ഇവിടെ വച്ചാണ് ആര്യയെ പരിചയപ്പെടുന്നത്. ദുർമന്ത്രവാദത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആര്യയുടെ പിതാവ് ദേവിയുമായുള്ള സൗഹൃദം വിലക്കിയിരുന്നു. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7-നാണ് നിശ്ചയിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. സ്കൂളിൽ അവസാനം വരെ പോകും. അവർക്ക് നല്ല താല്പര്യമാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ആ കാര്യത്തിലൊക്കെ പോകും. വളരെ സജീവമാണ്. എല്ലാ കാര്യത്തിലും ഉണ്ട്. നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. മരിക്കുന്ന രീതികൾക്കായി വീഡിയോകൾ പരിശോധിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ വട്ടിയൂർക്കാവിൽ നിന്ന് തിരിച്ച പോലീസ് സംഘവും ബന്ധുക്കളും വൈകിട്ടോടെ സിറോവാലിയിൽ എത്തും. ഇതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. മൂവരും ആത്മഹത്യ ചെയ്യാൻ എന്തിന് 3000-ലധികം കിലോമീറ്റർ അപ്പുറമുള്ള അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തുവെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം.
ഒപ്പം അഭ്യസ്തവിദ്യരായ 3 ചെറുപ്പക്കാരെ അന്ധവിശ്വാസത്തിലേക്കും ദുർമന്ത്രവാദത്തിലേക്കും പ്രേരിപ്പിച്ച ഘടകമെന്ത്? മൂവരുടെയും ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിച്ചാൽ ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് കേരള പോലീസിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്തു നിന്നും അജീഷ് ജയകുമാർ, 24. നടുക്കം മാറാതെ. തൃശൂരിൽ TTE ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രജനീകാന്ത രണജിത്തിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണെന്ന് FIR പറയുന്നു. മരിച്ച വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തൃശൂരിൽ നിന്നാണ് എറണാകുളം പട്ന എക്സ്പ്രസിൽ പ്രതി രജനീകാന്ത രഞ്ജിത്ത് കയറുന്നത്. ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര S11 കമ്പാർട്ട്മെന്റിൽ. ഇതിനിടെ പരിശോധനയ്ക്കെത്തിയ TTE വി വിനോദ നിയമലംഘനത്തിന് 1000 രൂപ പിഴ ചുമത്തി. ഈ വിരോധത്തിൽ മദ്യലഹരിയിലായിരുന്ന പ്രതി ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്ന വിനോദിനെ പുറകിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് FIR. കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രജനീകാന്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേശിനാണ് അന്വേഷണ ചുമതല. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനം. ഫോറൻസിക് സംഘമടക്കം കൊലപാതകം നടന്ന വെളപ്പായയിൽ തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷണ പരിധിയിലുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ. തൃശൂരിൽ നിന്ന് സൂരജ് സജി, 24. അക്രമാസക്തനായ പ്രതി ഒരു പ്രകോപനവുമില്ലാതെയാണ് TTE ആക്രമിച്ചതെന്ന് കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി രാജേഷ് കുമാർ 24-നോട് പറഞ്ഞു. TTE തള്ളിയിടുന്നത് താൻ നേരിൽ കണ്ടെന്നും രാജേഷ് കുമാർ വ്യക്തമാക്കി. തുടർച്ചയായി മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ രജനീകാന്തെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്ന് കുന്നംകുളത്തെ ബാർ ഹോട്ടൽ ഉടമ വ്യക്തമാക്കി. മനുഷ്യ മനസാക്ഷി നടുങ്ങിയ ക്രൂരക്കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയാണ് പുതുപ്പരിയാരം സ്വദേശി രാജേഷ് കുമാർ. ഒരു പ്രകോപനവുമില്ലാതെ പ്രതി TTE ആക്രമിക്കുകയായിരുന്നുവെന്നും നല്ല ആരോഗ്യവാനായ പ്രതി യാത്രയിലുടനീളം ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നെന്നും രാജേഷ് കുമാർ 24-നോട് പറഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് സാറ് ഇങ്ങോട്ട് വന്ന് ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇൻഫോം ചെയ്യുക കൺട്രോളിലേക്ക്. ഇൻഫോം ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നവൻ പെട്ടെന്ന് കൈ കഴുകുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ആ വാഷ് ബേസിൻ്റെ അവിടെയാണ് റൈറ്റ് സൈഡ്, അവിടെ നിന്നിട്ട് ബാക്കിലോട്ട് നേരെ നല്ല രീതിയിൽ പുഷ് ചെയ്യുകയാണ് ചെയ്തത്. തള്ളിയ ആൾക്ക് ഒരു 4-5 ആളുടെ പവറുണ്ട്. പക്ഷേ കാലിന് മാത്രം പ്ലാസ്റ്റർ എന്നുള്ളൂ, ശരീരം ഉടുമ്പിൻ്റെ ശരീരമാണ്. ഒരു അടി അടിച്ചാൽ പോലും ആൾക്ക് കേൾക്കില്ല. പ്രതി രജനീകാന്ത് രണജിത്ത് കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഇതിനിടെ കണ്ടെത്തി. തുടർച്ചയായി മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ ഇയാളെ പിരിച്ചുവിടുകയായിരുന്നു. കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ രാവിലെ. അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്താണ് ഇന്നലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ്. പിന്നെ വൈകിട്ട് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇന്നലെ നടന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെയാണ് പ്രതി പോലീസിനോട് പ്രതികരിച്ചത്. ഞാൻ തള്ളി, അവൻ വീണുവെന്ന് RPF ചോദ്യം ചെയ്യലിനിടെ പ്രതി പറഞ്ഞു. എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് നിരന്തരം പ്രതി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത്. 24 പാലക്കാട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഈ മാസം 26 വരെ ഇടിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കാരണം ഹാജരാകാൻ കഴിയില്ല എന്ന് ED അറിയിച്ചു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM-ന് മേൽ നീക്കങ്ങൾ സജീവമാക്കുന്നുണ്ട് ED. MM വർഗീസിന് ഇന്ന് ഹാജരാകണമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. പക്ഷേ ഹാജരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. 26-ാം തീയതിയും ഹാജരാകില്ല എന്ന് അറിയിക്കുന്നു. എന്താണ് CPIM ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്? EDയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സൂരജ്? TK, കരുവന്നൂർ കേസിൽ ED നീക്കങ്ങൾ സജീവമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധവുമായി CPIM ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മാസം 26-ാം തീയതി വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ EDക്ക് കത്ത് നൽകിയിരിക്കുന്നത്. TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു MM വർഗീസിന് ED നോട്ടീസ് നൽകിയിരുന്നത്. കരുവന്നൂർ ബാങ്കിൽ CPIM-ന്റെ അനധികൃത അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന ആരോപണത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു MM വർഗീസിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ചാലക്കുടി അതുപോലെ
അതുപോലെ തന്നെ ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളുടെ ചുമതലയുള്ളതിനാൽ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കേണ്ടതിന്റെ തിരക്കുകളുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയെല്ലാം ഉള്ളതിനാൽ 26-ാം തീയതി വരെ, അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എത്താൻ കഴിയില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ തുടർ നീക്കങ്ങളും സജീവമാണ്. ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ നോട്ടീസിനെ തുടർന്ന് ഇന്ന് ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ ED വീണ്ടും നോട്ടീസ് നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടിയുമായി MM വർഗീസ് തന്നെ EDയെ സമീപിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ED സ്വീകരിക്കുക എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ CPM നേതാക്കൾക്ക് ഇന്നലെ ED നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ കരുവന്നൂർ കേസിൽ CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിട്ടുള്ള PK ഷാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതോടൊപ്പം തന്നെ PK ബിജു തുടങ്ങിയവർക്ക് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. അവരും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ CPM വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. വയനാട്ടിൽ കിണറ്റിൽ കടുവ വീണു എന്നുള്ള വാർത്ത രാവിലെ പുറത്തു വന്നിരുന്നു. ആ കടുവയെ ഇപ്പോൾ മയക്കുവെടി വെച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മൂന്നാനക്കുഴി സ്വദേശി ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, കിണറ്റിൽ നിന്ന് കടുവയെ പുറത്തെത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ഇന്ന് രാവിലെയാണ് മൂന്നാനക്കുഴി അതിന്റെ വീടിന്റെ പറമ്പിലുള്ള കിണറിൽ കടുവ വീണത്. ഈ കടുവയെ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. DFO സജന കരീം, അതോടൊപ്പം തന്നെ റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം, RRT സംഘം എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ഇവിടെ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി. അതിനുശേഷം ഇതിനെ മയക്കുവെടി വെച്ചു. അല്പം ആഴത്തിലുള്ള കിണറാണ്, അതുകൊണ്ട് തന്നെ 5 അടിയോളം ഉയരത്തിൽ വെള്ളവുമുണ്ട്. സ്വാഭാവികമായും അതൊരു പക്ഷേ പ്രതിസന്ധിയാകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ നേരെ അതിനെ വലയിട്ട് മയക്കുവെടി വെച്ച ശേഷം ഉച്ചക്ക് ഡോസ് കൂടി നൽകി. അതിനുശേഷം വലയിട്ടുകൊണ്ട് അതിനെ കരയ്ക്ക് കയറ്റി ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് കടുവയെ മാറ്റുന്നത്. ഇതിനുശേഷം അതിന്റെ ഏത് കടുവയാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു നിരീക്ഷണം ഉണ്ടാകും. ഒരുപക്ഷെ വയനാട് സൗത്തിന്റെ പട്ടികയിൽപ്പെട്ട കടുവയാണോ എന്നുൾപ്പെടെയുള്ള അന്വേഷണമാണ് ഉണ്ടാവുക. ഈ മൂന്നാനക്കുഴി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കടുവകളുടെ സാന്നിധ്യമുള്ള പ്രദേശം തന്നെയാണ്. പ്രജീഷിനെ കൊലപ്പെടുത്തിയ വാഗേരി ഇതിന്റെ ഏതാണ്ട് അകലെയാണ്. ഈ മൂടക്കൊല്ലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പന്നികളെ ആക്രമിച്ചു കൊന്ന ആ പ്രദേശവും ഏതാണ്ട് അധികം ദൂരമില്ല. മാത്രമല്ല വനമേഖലയാണ് ഈ മൂന്നാനക്കുഴിയുടെ ഒരു ഭാഗം. അവിടെ നിന്നുമാണ് ഈ കടുവകൾ ഇറങ്ങി വരുന്നത് എന്നുള്ള സംശയമാണുള്ളത്. ഇന്ന് രാവിലെ മോട്ടോർ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് വെള്ളം ലഭിച്ചില്ല. അത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരിശോധനയിലാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കിണറിൽ കണ്ടെത്തിയത്. ശ്രീനാഥ് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസിനെയും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശ്ശൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ. അതിരപ്പള്ളി, വെറ്റിലപ്പാറ, അരൂർമുഴി ജംഗ്ഷനിൽ ഏഴാറ്റുമുഖം ഗണപതി എണ്ണപ്പനകൾ കുത്തിമറിച്ചിട്ടു. പാലപ്പിള്ളി കരിങ്കുളം കടവിൽ ഇറങ്ങിയ ഒറ്റയാൻ വാഴകളും തെങ്ങും കവുങ്ങും നശിപ്പിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനകളെ തുരത്താൻ കഴിഞ്ഞത്. ഇന്നു രാവിലെയാണ് വെറ്റിലപ്പാറ അരൂർമുഴി ജംഗ്ഷനിൽ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന ഇറങ്ങിയത്. ഏറെ നേരം ജംഗ്ഷന് സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന എണ്ണപ്പനകളും മറിച്ചിട്ടു. പിന്നീട് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും വാച്ചർമാരും ഏറെ നേരമെടുത്ത് കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയായിരുന്നു. പാലപ്പിള്ളിയിൽ ഇന്നലെ രാത്രി ഇറങ്ങിയ ഒറ്റയാൻ ഇന്ന് പുലർച്ചെ വരെ മേഖലയിൽ നിലയുറപ്പിച്ച കൃഷിനാശം വരുത്തുകയായിരുന്നു. പാലപ്പിള്ളി കരികുളം കടവ് ഭാഗത്ത് ജെയിംസ്, ജോസഫ് എന്നിവരുടെ വാഴകളും കവുങ്ങും നശിപ്പിച്ചു. 150-ലേറെ വാഴകളും കവുങ്ങും തെങ്ങുമാണ് ഒറ്റയാൻ നശിപ്പിച്ചത്. പിന്നീട് പടക്കം പൊട്ടിച്ച് ആനയെ ജനവാസ മേഖലയിൽ നിന്ന് ഓടിക്കുകയായിരുന്നു. 24 തൃശൂർ. ED അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള അറസ്റ്റ് അപമാനിക്കാൻ ലക്ഷ്യം വെച്ചാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ വാദിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം തടയാനാണ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിയെ തകർക്കാനാണ് ശ്രമമെന്ന് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വാദിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, കോടതിയിൽ നടപടികൾ നിർണായകമാണ്. കെജ്രിവാളിൻ്റെ വാദങ്ങൾ എങ്ങനെ ബൽറാം? റീജിത്ത്, ഇപ്പോൾ
കോടതി ഉച്ചയൂണിനായി പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും വാദങ്ങൾ തുടരും. എന്തായാലും ഇന്ന് കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി അന്വേഷണം നടത്തുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് കോടതിയിൽ വാദിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ഈ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ ജയിലിലാവുകയും ചെയ്തതോടെ കെജ്രിവാളിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. PMLA ചട്ടം 50 അനുസരിച്ച് കെജ്രിവാളിനെ വീട്ടിൽ നിന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നില്ല. തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം പോലും കെജ്രിവാളിന് ഇതുവരെയും ED നൽകിയിട്ടില്ല. സമൻസ് കെജ്രിവാൾ ഹാജരായില്ല എന്നുള്ളത് ഒരു മുൻവിധിയാണ് എന്നും അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന ആരോപണമായി ഉയർത്തിക്കാണിക്കുന്നത് എന്നുമാണ് അഭിഷേക് സിംഗ്വി വാദിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്യേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കണമെന്നും കെജ്രിവാൾ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയല്ല എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം തടയാൻ ലക്ഷ്യം വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള അറസ്റ്റ് എന്നും അത് അപമാനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുമാണ് കെജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അറസ്റ്റിന് യാതൊരു സാധൂകരണവുമില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലും കെജ്രിവാളിന് എതിരായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ED എന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഹർജിയുടെ പകർപ്പിന്റെ യഥാർത്ഥ പകർപ്പല്ല തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ASG അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇത് ഈ സമയം നീട്ടി വാങ്ങാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു മനു അഭിഷേക് സിംഗ്വി അതിനെ എതിർത്തുകൊണ്ട് വാദിച്ചത്. മാപ്പുസാക്ഷികളിൽ ഒരാൾ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയാണ് എന്നും മറ്റൊരു മാപ്പുസാക്ഷി ആകട്ടെ BJPക്ക് കോടികൾ തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ നൽകിയത് കാര്യവും കെജ്രിവാളിന്റെ ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും കോടതി അല്പസമയത്തിനകം തന്നെ വീണ്ടും ഈ വിഷയം എടുക്കും. ആ സമയത്ത് എന്താണ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാനെത്തും. ഓവർ ടു ക്രിസ്റ്റീന ചെറിയാൻ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. രാജ്യാന്തര വിപണികളിലെ നഷ്ടം ഇന്ത്യൻ വിപണികളെ ബാധിച്ചില്ല. സെൻസെക്സും നിഫ്റ്റിയും റെക്കോർഡിനരികെ. നേട്ടമുണ്ടാക്കി രൂപ. ക്രൂഡ് വില $89 മുകളിൽ. സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡ് പുതുക്കി സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി പവൻ വില 51,000 രൂപ കടന്നു. പവന് 600 രൂപ കൂടി 51,280 രൂപയും ഗ്രാമിന് 75 രൂപ കൂടി 6,140 രൂപയുമായി. ഒരു വർഷത്തിനിടെ സ്വർണത്തിന് കൂടിയത് 7,520 രൂപ. റെക്കോർഡ് കുതിപ്പിൽ 18 ക്യാരറ്റ് സ്വർണവും വെള്ളിയും. വെള്ളിവില ഗ്രാമിന് 2 രൂപ കൂടി 84 രൂപയായി. രാജ്യത്തെ ജിയോ മൊബൈൽ ഉപയോക്താക്കളുടെ എണ്ണം 46.39 കോടിയായി. ജനുവരിയിൽ 41.8 ലക്ഷം പുതിയ വരിക്കാരുമായി റിലയൻസ് ജിയോ 1-ാം സ്ഥാനത്തും ഭാരതി എയർടെൽ 2-ാം സ്ഥാനത്തും. വോഡഫോൺ ഐഡിയയ്ക്ക് ജനുവരിയിൽ 15.2 ലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടെന്നും ട്രായ് പുറത്തുവിട്ട കണക്കുകൾ. വിമാനം റദ്ദാക്കൽ വിവാദങ്ങൾക്കിടെ പൈലറ്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിസ്താര എയർലൈൻ CEO. കൂടിക്കാഴ്ച പൈലറ്റുമാരുടെ കൂട്ടാവധി ഫ്ലൈറ്റ് റദ്ദാക്കൽ ഉണ്ടാക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെ കഴിഞ്ഞ 2 ദിവസമുണ്ടായത് നിരവധി ഫ്ലൈറ്റ് റദ്ദാക്കലുകളും കാലതാമസവും. കഴിഞ്ഞ ദിവസം വലിയ നഷ്ടത്തിലാണ് US വിപണികൾ ക്ലോസ് ചെയ്തത്. അതിന്റെ ചുവട് പിടിച്ച് ഇന്ന് ഇന്ത്യൻ വിപണികളും ഒരു നഷ്ടത്തിലായിരുന്നു തുടക്കം. അതുകൊണ്ട് ഈ നഷ്ടം തുടരും എന്ന പ്രതീക്ഷയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ വിപണികൾ ഒരു നേട്ടത്തിലേക്ക് വരികയായിരുന്നു. ഏകദേശം റെക്കോർഡ് നേട്ടത്തിനരികെ വരെ നിഫ്റ്റി എത്തുന്ന കാഴ്ച നമുക്ക് കാണാനായി. ഇപ്പോൾ 43 പോയിന്റ് ഉയർന്ന് 22,496 എന്ന നിലയിലാണ് ദേശീയ ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ബാങ്കിംഗ്, ധനകാര്യ മേഖലയിലെ ഓഹരികളും ഉയർച്ചയുടെ പാതയിലാണ് നമുക്ക് കണ്ടാൽ അറിയാം. തുടക്കത്തിൽ ബാങ്കിംഗ് ഓഹരികൾ വലിയ നഷ്ടമാണെന്ന് നേരിട്ടത്. പക്ഷേ അതൊക്കെ കരകയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നാൽ സെൻസെക്സ് 74,071 എന്ന നിലയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. 168 പോയിന്റ് ഉയർന്നാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് കടന്ന ദിവസമാണ്. പവന് 51,280 രൂപയാണ് ഇന്ന് കൊടുക്കേണ്ടത്. പണിക്കൂലിയും GSTയും ഒക്കെ അടക്കം ഒരു 56,000 57,000 രൂപയുണ്ടെങ്കിൽ മാത്രം ഒരു പവൻ സ്വർണം ആഭരണ രൂപത്തിൽ കിട്ടും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്.
ഇനി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് DBFSലെ ഇന്നത്തെ വിപണി വിശകലനത്തിനായി. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണികൾ ഒരു റെക്കോർഡിനരികെ എത്തിയിരിക്കുകയാണ്. ദേശീയ ഓഹരി വിപണി ഏകദേശം ഒരു റെക്കോർഡ്, ഒരു 40 പോയിന്റൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഇതിന് ശേഷം മാർക്കറ്റ് 22,350 ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി ഓൾ ടൈം ഹൈയുടെ ലെവലിലേക്ക്, അതായത് 22,521 ലെവലിലേക്ക് വന്നു. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് 22,520 530 ഇടയിലുള്ള ഒരു ലെവലിലേക്ക് വരുന്നത്. പക്ഷെ ആ ലെവൽ കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നിഫ്റ്റിക്ക് ഇല്ല. ഇന്നും ആ ലെവലിൽ ടെസ്റ്റ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 പോയിന്റ് വരെ, 22,600 ലെവൽ വരെയൊക്കെ ഈസി ആയിട്ടും നിഫ്റ്റിക്ക് കടക്കാൻ സാധിക്കും. പക്ഷെ ഇന്നും അത് കടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച്. എന്നിരുന്നാലും മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ഇതിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും വിപണി ഒരു ചാഞ്ചാട്ടത്തിലാണ്. ഇന്ന് വിപണികൾ റെക്കോർഡ് കടക്കുമ്പോൾ എന്നത് ക്ലോസിങ്ങിന് മുമ്പ് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ശ്രീ പോൾ തോമസ് ആണ് വിപണി വിശകലനവുമായി കൂടിയത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ. മതസാഹോദര്യത്തിന്റെ ഓർമ്മകൾ ഉണർത്തി സാമൂതിരി രാജകുടുംബാംഗത്തെ സന്ദർശിച്ച കോഴിക്കോട് ഖാസി സഫീർ സഖാഫിയും സംഘവും. പോർച്ചുഗീസ് ആക്രമണത്തിൽ നിന്ന് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളിയെ സാമൂതിരി പട സംരക്ഷിച്ചതിന്റെ ഓർമ്മ പുതുക്കിയായിരുന്നു സന്ദർശനം. അഞ്ചു നൂറ്റാണ്ട് മുൻപൊരു റമദാൻ 22-നാണ് അൽബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള പറങ്കിപ്പട കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി ആക്രമിച്ചത്. കല്ലായിപ്പുഴയിലൂടെ എത്തിയ പോർച്ചുഗീസ് നാവികപ്പട പള്ളിയുടെ 2-3 നിലകൾ തീയിട്ട് നശിപ്പിച്ചെന്ന് ചരിത്രം. അന്ന് ഇസ്ലാം മതവിശ്വാസികൾക്കൊപ്പം പറങ്കികളുടെ ആക്രമണം ചെറുത്തത് സാമൂതിരിയുടെ നായർ പടയായിരുന്നു. മതസാഹോദര്യത്തിന്റെ ആ ഓർമ്മ പുതുക്കിയാണ് മറ്റൊരു റമദാൻ 22-ന് ഇപ്പോഴത്തെ സാമൂതിരി രാജാവ് KC ഉണ്ണി അനുജൻ രാജയെ കോഴിക്കോട് ഖാസി സഫീർ സഖാഫി സന്ദർശിച്ചത്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു അനുസ്മരണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇനിയും തുടർന്ന വർഷങ്ങളിലും ഈ ഒരു സ്നേഹം നിലനിൽക്കട്ടെ, മതസൗഹാർദ്ദം നിലനിൽക്കട്ടെ. ഖാസി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്നേഹക്കൂട്ട് എന്ന പേരിലായിരുന്നു കോഴിക്കോടിന്റെ മാനവികത ഉയർത്തിപ്പിടിച്ചുള്ള റംസാൻ കാലത്തെ ഒത്തുചേരൽ. 24 കോഴിക്കോട്. സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ പുത്തൻ പരിഷ്കാരങ്ങളുമായി KSRTCയും KSRTC സ്വിഫ്റ്റും. KSRTC സ്വിഫ്റ്റ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളിൽ ലഘുഭക്ഷണവും പാനീയവും ലഭ്യമാക്കും. യാത്രക്കാർ കൈകാണിച്ചാൽ നിർത്താതെ പോകുന്ന ബസ് ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഉത്തരവ്. KSRTCയെ കൂടുതൽ ജനപ്രിയമാക്കാനുള്ള ഗതാഗത വകുപ്പിന്റെ നടപടികളുടെ ഭാഗമായാണ് പുതിയ പരിഷ്കാരങ്ങൾ. ഇതിനകം ജനപ്രിയമായ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിൽ ഇനി മുതൽ ലഘുഭക്ഷണവും ശീതളപാനീയങ്ങളും വാങ്ങാം. ഇവ സൂക്ഷിക്കുന്നതിന് ബസ്സിൽ പ്രത്യേക റാക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ബസ്സുകളുടെ സർവീസിലും അടിമുടി മാറ്റം വരുത്തി. ബസ്സുകൾ കഴുകുന്നതിന് പ്രത്യേക ഗുണമേന്മ പരിശോധന ഷീറ്റ് ഏർപ്പെടുത്തി. ഓരോ ഭാഗവും കഴുകി വൃത്തിയാക്കി ഷീറ്റിൽ രേഖപ്പെടുത്തണം. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ ആളുകളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും കൂടുതൽ സൗകര്യപ്രദമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളും യാത്രക്കാർ കൈകാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും ബസ് നിർത്തണം. രാത്രി 10 മണി മുതൽ രാവിലെ 6 വരെ നിശ്ചിത സ്റ്റോപ്പ് പരിഗണിക്കാതെ യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് ബസ് നിർത്തണം. മിന്നൽ ഒഴികെയുള്ള ബസ്സുകൾ രാത്രി 8 മണി മുതൽ രാവിലെ 6 വരെ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന ഏതിടത്തും നിർത്തി നൽകണം. ഇത് പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. ഡ്യൂട്ടിക്കെത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം നിയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പൗരത്വ ഭേദഗതി, മണിപ്പൂർ വിഷയം, കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ തുടങ്ങിയവയിൽ BJPയെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തിനെതിരെ കേസെടുക്കുകയാണെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ കോൺഗ്രസ് ഇതിന് പിന്തുണ നൽകുന്നതായും തുറന്നടിച്ചു. ഇമ്പാക്ട്. വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയിൽ 3 പേർ അറസ്റ്റിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംസാരിക്കുന്നു. അതിലേക്ക് This election is a fight
for democracy and for the Constitution of India. On one side are the forces that want to destroy the democracy of this country and the Constitution of this country, and on the other side there is a force that is protecting the Constitution and protecting the democratic nature of our country. So that's what the fight is about. It's very clear to all of you who is on which side. It is very clear who's attacking the Constitution, who is attacking the democratic structure of this country. Thank you very much. ये जो लड़ाई है, ये जो लड़ाई है, ये लोकतंत्र और कॉन्स्टिट्यूशन, संविधान को बचाने की लड़ाई है। एक तरफ कांग्रेस पार्टी और इंडिया अलायंस लोकतंत्र के लिए लड़ रहे हैं, संविधान के लिए लड़ रहे हैं, और दूसरी तरफ प्रधानमंत्री मोदी जी, अमित शाह जी और बीजेपी के लोग, आरएसएस के लोग संविधान को और लोकतंत्र को खत्म करने में लगे हुए हैं। धन्यवाद। Thank you very much. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി വയനാട് മരവയൽ കോളനി സന്ദർശിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടായി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്, അതിനുള്ള പോരാട്ടം, ജനാധിപത്യത്തെ, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, രാഹുലിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ മരവയൽ കോളനി സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരികെ എത്താം. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി വയനാട് മരവയൽ കോളനി സന്ദർശിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.